ഗുഡ് മോർണിംഗ്. ഇന്ന് ഞായറാഴ്ച വളരെ സുന്ദരമായ പുതിയ പ്രഭാതത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. സെയിം ബാക്ക്ഗ്രൗണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുന്ദരമായ ഞായറാഴ്ച, ഒക്ടോബർ മാസം 12-ാം തീയതി നമ്മൾ പഠിച്ച വചനങ്ങൾ, 6-ാം തീയതി മുതൽ പഠിച്ച വചനങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് സന്തോഷമല്ലേ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും കേട്ടോ. ഒക്ടോബർ മാസം 6-ാം തീയതി പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? സംഖ്യയുടെ പുസ്തകമായിരുന്നു. ഒന്നുകൂടെ എടുത്ത് നോക്കണേ. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 23 വചനം പറയുന്നതിന് മുമ്പ് നമുക്ക് വളരെ സുന്ദരമായി നിങ്ങളെ ഒന്ന് സ്വാഗതം ചെയ്യണ്ടേ. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. സംഖ്യ 6-ാം തീയതി പഠിച്ച വചനം സംഖ്യ 11:23. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? അതാണ് ചോദിക്കുന്നത്. എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. സുന്ദരമായ വചനം. ഇനി 7-ാം തീയതി പഠിച്ച വചനം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? 7-ാം തീയതി പഠിച്ച വചനം ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വചനമായിരുന്നു. ഓർക്കുന്നുണ്ടോ? എന്താണ് പറഞ്ഞത്? ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. അപ്പോൾ 7-ാം തീയതി പഠിച്ച വചനം ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. 8-ാം തീയതി പഠിച്ച വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 26-ാമത്തെ വചനമായിരുന്നു. അത് നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് പറയപ്പെട്ട അതേ സ്ഥലത്ത് വെച്ച് തന്നെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ എന്ന് അവർ വിളിക്കപ്പെടും. കണ്ടോ? 8-ാം തീയതി പഠിച്ച വചനം റോമാലേഖനം 9-ാം അധ്യായം 26-ാമത്തെ വചനമാണ്. ഇനി 9-ാം തീയതി, ഒക്ടോബർ 9-ാം തീയതി പഠിച്ചത് സങ്കീർത്തനം 32-ന്റെ 10-ാമത്തെ വചനമാണ്. അതിങ്ങനെയാണ്: ദുഷ്ടരനുഭവിക്കേണ്ട വേദന വളരെയാണ്. ദുഷ്ടരനുഭവിക്കേണ്ട വേദന വളരെയാണ്. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. എത്ര സുന്ദരമാണ്! കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. അപ്പോൾ നമ്മൾ 6, 7, 8, 9 4 വചനങ്ങളാണ്. ഒരിക്കൽ കൂടി പറയുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. രണ്ടാമത് നമ്മൾ കണ്ടത് ഞാൻ സകല മർത്യരുടെയും, അത് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 32:27. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? ഒക്ടോബർ 8 കണ്ടത് റോമാലേഖനം 9:26 പറയുന്നതാണ്, നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് പറയപ്പെട്ട അതേ സ്ഥലത്ത് വെച്ച് തന്നെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെന്ന് അവർ വിളിക്കപ്പെടും. ഇത്ര സുന്ദരം. 9-ാം അധ്യായം 9-ാം തീയതി പഠിച്ച വചനം സങ്കീർത്തനം 32:10. ദുഷ്ടരനുഭവിക്കേണ്ട വേദന വളരെയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. ആൻഡ് നമ്മൾ 10-ാം തീയതി 11-ാം തീയതിയും പഠിച്ച വചനം ഒരേ അധ്യായത്തിലെ 2 വചനങ്ങളാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വചനങ്ങളാണ് നമ്മൾ 10, 11 ദിവസങ്ങളിൽ പഠിച്ചത്. അതായത് മിനിഞ്ഞാന്നും ഇന്നലെയും പഠിച്ച വചനങ്ങൾ. അതിതാണ്: കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. 7-ാം വചനം, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. ആൻഡ് 11-ാം തീയതി നമ്മൾ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? ഇന്നലെ പഠിച്ചതാണ്, മറന്നുപോകരുത്. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് എന്ന് തുടങ്ങുന്ന വചനമാണ്. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അവൻ്റെ വേരുകൾ അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അവൻ്റെ ഇലകളെന്നും പച്ചയാണ്. വേനൽക്കാലത്തെ അത് ഭയപ്പെടുന്നില്ല. അവൻ്റെ ഇലകളെന്നും പച്ചയാണ്. പിന്നെ അടുത്ത വചനം അതിനോട് ചേർന്ന് പറയുകയാണ്, വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. വചനം, ഇത്രയും വചനങ്ങൾ നമ്മൾ നന്നായിരുന്നു പഠിക്കാനായിട്ട് ശ്രമിക്കണം. ദൈവം അനുഗ്രഹിക്കും തീർച്ചയായിട്ടും. വളരെ സുന്ദരമായൊരു ഞായറാഴ്ച നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ആമേൻ.